പരസ്പരം കൊമ്പ് കോർക്കുന്ന രണ്ട് അധികായന്മാർ. ഒന്ന് RSSന്റെ സർ സംഘ് ചാലക് മോഹൻ ഭാഗവത്, രണ്ട് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും നേതാവായ രാഹുൽ ഗാന്ധി. നേരിട്ട് അവർ കൊമ്പ് കോർത്തു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രധാനപ്പെട്ട ചില പ്രസംഗങ്ങളുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ഉന്നയിച്ച വിഷയം സമഗ്രമായി പരിശോധിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. ശ്രീ മോഹൻ ഭാഗവത് ഒരു വലിയ ഡിബേറ്റിന് തുടക്കമിട്ടു 2 ദിവസം മുൻപ്. അദ്ദേഹം ഇൻഡോറിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു പരാമർശം നടത്തി. ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ജനുവരി 22-ാം തീയതി 2024 വർഷം പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടപ്പായ സമയത്താണ്. 47-ൽ ലഭിച്ചു എന്ന് പറയുന്നതിനെ തള്ളിക്കളയുന്നില്ല. 47-ൽ സ്വാതന്ത്ര്യം ഔപചാരികമായി ലഭിച്ചു. കൊളോണിയൽ അധിനിവേശത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വത്വം, ഐഡന്റിറ്റി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നിർണായക ഏടായി ജനുവരി 22 മാറുകയാണ്. അതൊരു വലിയ ഡിബേറ്റിന് തുടക്കം കുറിച്ചു. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർട്ടേ അല്ലെങ്കിൽ ലെഗസിയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885-ൽ രൂപീകരിച്ച A.O. ഹ്യൂം രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടും ആദ്യം കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുമായി സംസാരിച്ചുകൊണ്ടും പിന്നീട് ശക്തമായ പ്രക്ഷോഭത്തിലൂടെയും ഗാന്ധിയുടെ നേതൃത്വത്തിൽ സഹകരണ പ്രസ്ഥാനത്തിലൂടെയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലൂടെയും എല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമായി അവസാനം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നയിച്ചതും കോൺഗ്രസ് ആണ്. അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും പിന്നെ അതുപോലെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഒരു ലെഗസിയെ തുച്ഛീകരിച്ചുകൊണ്ട്, അങ്ങനെയല്ല, ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് കാര്യമായ സ്വാധീനം ഒന്നും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻരൂപം, അത് ജനസംഘാകം, അതിനു മുൻപുള്ള ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ RSS, 1925 മുതൽ RSS ഉണ്ടല്ലോ. ഇപ്പോൾ RSSന് 2025 വർഷം RSSന്റെ 100ാം വാർഷികവുമാണ്. ജന്മം കൊണ്ടിട്ട് 100 വർഷമാകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വർഷമാണ്. അപ്പം RSS ഒരു പുതിയ ഗാഥ രചിക്കുകയാണോ, ഇന്ത്യക്ക് വേണ്ടി ഒരു പുതിയ ചരിത്ര രചനയിലാണോ മോഹൻ ഭാഗവത്, അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണോ മോഹൻ ഭാഗവത്? ഈ ഒരു ചിന്തയാണ് ഇവിടെ പ്രസക്തമായി വന്നത്. അതാണ് മോഹൻ ഭാഗവത്തിന്റെ ഒരു കൾച്ചറൽ നറേറ്റീവ് കൊടുക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് മാത്രമല്ല ഇൻഡിപെൻഡൻസിന് കൊടുക്കുന്നത്, ഒരു കൾച്ചറൽ നറേറ്റീവ് കൊടുക്കുകയാണ്. മതത്തിൽ അധിഷ്ഠിതമായ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക നറേറ്റീവ് കൊടുക്കുന്നു മോഹൻ ഭാഗവത്. സ്വാഭാവികമായി അതിനെതിരെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. കൃത്യമായി അത് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധി ആ പ്രസ്താവനയെ കടന്നാക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് ഇന്ദിരാ ഭവൻ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സോണിയാഗാന്ധി നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛിയുടെ പേരിലുള്ള ഇന്ദിരാ ഭവൻ ജവഹർലാൽ നെഹ്റു തന്നെ കണ്ടുവച്ച ഒരു സ്ഥലമാണ്. അപ്പൊ ഇതിന് വൈകാരിക പ്രാധാന്യമുണ്ട്. അപ്പൊ ഗാന്ധി നെഹ്റു ലെഗസി പിന്തുടരുന്ന ഒരു നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അതെന്ത് പറഞ്ഞാലും മറ്റ് ആളുകൾക്ക് പ്രാധാന്യമില്ല എന്നല്ല, പക്ഷെ ആ ലെഗസിയുടെ നേരവകാശികളായി ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി മോഹൻ ഭാഗവതിനെതിരെ പറഞ്ഞ കൂട്ടത്തിൽ 1-2 വീൺവാക്കുകൾ പറഞ്ഞു. തീരെ വീൺവാക്കായി നിസ്സാരവൽക്കരിച്ച് കാണാവുന്ന കാര്യമല്ല. We are fighting not only against BJP and RSS but also against the Indian state. അപ്പോൾ അത് വല്ല BJPക്കെതിരെയുള്ള പോരാട്ടം മനസ്സിലാക്കാം, അത് പ്രതിപക്ഷം ചെയ്യേണ്ടതാണ്. RSSനെതിരെയുള്ള പോരാട്ടം മനസ്സിലാക്കാം, ഒരു സാംസ്കാരിക പോരാട്ടമാണ്. പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിനെതിരെ ഉള്ള പോരാട്ടം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ അല്ല, ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെ ഉള്ള പോരാട്ടം. അതിനുള്ള ന്യായീകരണമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ, ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് എന്നുള്ള സമിതികളാകട്ടെ, ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ ജുഡീഷ്യറിയും എല്ലാം തന്നെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി, അല്ലെങ്കിൽ BJPയുടെയും നരേന്ദ്രമോദിയുടെയും നിയന്ത്രണത്തിലായി വരുന്നു.
അങ്ങനെയെങ്കിൽ രാഷ്ട്രം ഒന്നാകെ തന്നെ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന ഒരു തരം വിവക്ഷയാണ്. അപ്പൊ രാഷ്ട്രത്തിനെയും ഭരണകൂടത്തിനെയും വേറിട്ട് കാണാൻ ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് സൗകര്യപൂർവ്വം മറന്നു, അതും അല്ല എങ്കിൽ കേവലം സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ്. പക്ഷെ ആ പ്രസ്താവന 17 മിനിറ്റ് നീണ്ടു നിന്ന ആ ഒരു രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിൽ ഉടനീളം വളരെ ശാന്തവും പ്രൗഢഗംഭീരവുമായിട്ടാണ് രാഹുൽ ഗാന്ധി വാക്കുകൾ കടഞ്ഞെടുത്ത് ഉപയോഗിച്ചത്. വളരെ സ്പീഡിൽ നടത്തിയ ഒരു പ്രസംഗമല്ല, വളരെ ഉജ്ജ്വലമായി നല്ല സ്പീഡിൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ വീൺവാക്കുകൾ ഉണ്ടാകാം. ഇതങ്ങനെ ഉണ്ടായ ഒരു വീൺവാക്കല്ല. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, മോദി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സർക്കാർ, മോദി സർക്കാർ എന്നാണ് എന്ന് ഉടനടി ഒരു ചെറിയ തിരുത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അവസാനിക്കുമായിരുന്ന വിഷയമാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം, കേരളത്തിലെ മാധ്യമങ്ങൾ കാര്യമായി ഈ വിഷയം ചർച്ച ചെയ്തതായി കാണുന്നില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടായൊരു വിഷയമാണ്. കോൺഗ്രസ് പാർട്ടി ദേശവിരുദ്ധ, ഉടനെ BJP ചാടി വീണു. ഇതാ ജോർജ് സോറോസിന്റെ കരങ്ങൾ രാഹുൽ ഗാന്ധിയിലൂടെ പ്രവർത്തിക്കുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റർ ആണല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഗുരുവാണല്ലോ ജോർജ് സോറോസ്. അദ്ദേഹം ഗ്ലോബൽ ക്യാപിറ്റൽ, ഇവിടെയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കുമോ അവിടെയെല്ലാം ഇടം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുകയും വേണ്ടി വന്നാൽ വിപണികളെ തകർത്ത്, ബെയർ റണ്ണിലൂടെ വിപണികളെ തകർത്ത് തന്നെ തൻ്റെ ഒരു ഇംഗിതം നിറവേറ്റുന്ന ഒരാൾ. ഇപ്പൊ ബംഗ്ലാദേശിലെ ഭരണകൂടം തകർന്നതിന്റെ പിന്നിലും ഒരുപക്ഷെ ജോർജ് സൊറോസിന്റെ കരങ്ങളാണ്. ഇന്ത്യയിൽ ജോർജ് സൊറോസിന്റെ വരവിനെ, അല്ലെങ്കിൽ ഗ്ലോബൽ ക്യാപിറ്റലിന്റെ സോറോസിലൂടെയുള്ള വരവിനെ കഠിനമായി എതിർക്കുന്നത് BJP ആണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് എന്നൊരു ചിന്ത വ്യാപകമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നരേന്ദ്രമോദി എതിർക്കുന്ന, BJP സർക്കാരിനെ എതിർക്കുന്ന, NDA സർക്കാരിനെ എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് സംശയത്തിന്റെ വിരൽ നീണ്ടുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ജോർജ് സോറോസിന്റെ പേറോളിലാണോ, സോറോസിന്റെ താല്പര്യങ്ങളാണോ ഇവരുടെ വാക്കുകളിലൂടെ വെളിയിൽ വരുന്നത്? ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നറേറ്റീവ് ഭാരതീയ ജനതാ പാർട്ടിയും കുറെ കാലമായി വരുന്നു. ഇത് തെളിവുകൾ ഹാജരാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നത് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതുമാണ്. പക്ഷേ ഒരു ലോജിക്ക് അവിടെയുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ ജോർജ് സോറോസ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളിൽ നിക്ഷേപമുണ്ട്. പക്ഷെ അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കാണാനാവുമോ, അതോ മറ്റെന്തെങ്കിലും യാദൃച്ഛികത എന്ന രൂപത്തിൽ മാത്രമാണോ? നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ നിക്ഷേപങ്ങൾ എങ്കിൽ പോലും സംശയത്തിന്റെ മുനകൾ നീളുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരം നടത്തുന്നു. അമേരിക്കയിൽ പോയി ഇന്ത്യയിലെ സിഖുകാർ എല്ലാം പീഡനം അനുഭവിക്കുന്നു, സിഖുകാർ ചുട്ടരിക്കപ്പെടുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ ഇന്ത്യയെ വിദേശത്ത് വില കുറച്ച് അവതരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന ആരോപണം BJP ഉന്നയിക്കുന്നു. മാത്രമല്ല, പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായിട്ട് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിച്ചു വരുമ്പോൾ അതിലൊരു രാജ്യവിരുദ്ധത ചിലരെങ്കിലും കാണുന്നു. അത് മനഃപൂർവ്വമായി ചെയ്യുന്നതാണെന്ന് തെളിയിക്കാൻ രേഖകളൊന്നും തന്നെയില്ല. അപ്പൊ രാഹുൽ ഗാന്ധി വേണ്ട ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇത്. അദ്ദേഹം കേവലം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ഹിസ് മാജസ്റ്റി ഓപ്പോസിഷൻ, ഹിസ് മാജസ്റ്റി റൂളിംഗ് പാർട്ടി തമ്മിൽ ബ്രിട്ടനിൽ വേർതിരിച്ച് കാണാറില്ല. ഇതെല്ലാം തന്നെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്, ഗവൺമെന്റും പ്രതിപക്ഷവും എല്ലാം തന്നെ. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കണം. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഉടനടി അത് വ്യക്തമായ തിരുത്തലുകളോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് പൊതുവെയുള്ള ചിന്ത. അല്ല എങ്കിൽ കുറച്ചെങ്കിലും ജീവൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ജീവന്റെ സ്ഫുലിംഗം കൂടെ തല്ലിക്കെടുത്താനായി ഇതുപോലെയുള്ള വീൺവാക്കുകൾ BJPയുടെ കയ്യിൽ ആയുധമായി എത്തിച്ചേരും എന്നുകൂടി കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ രണ്ട് പേര്, അപ്പം ഭാഗവത് ഉയർത്തിവിട്ട വളരെ വലിയൊരു ചിന്ത, അതെനിക്ക് തോന്നുന്നത് മലപ്പടക്കം പോലെ ആദ്യം ചെറുകയും പിന്നീട് വളരെ ഉച്ചത്തിലും പൊട്ടാൻ സാധ്യതയുള്ള ഇതാണ്. കോൺഗ്രസിന്റെ ലെഗസിയെ ഏതാണ്ട് പൂർണ്ണമായും തമസ്കരിക്കാനാണോ BJP ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ RSS ശ്രമിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ ലെഗസി ഇവ പൂർണ്ണമായി കോൺഗ്രസിന് അവകാശപ്പെട്ടതല്ല. BJP പൂർണ്ണമായി ഗാന്ധിയൻ തത്വങ്ങളെയൊക്കെ സ്വാംശീകരിക്കുന്നു. അത് മാത്രമല്ല, സർദാർ പട്ടേലിന്റെ പ്രതിമ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയായി ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് അല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. സർദാർ സരോവർ ഡാമിന് അഭിമുഖമായി ഇങ്ങനെ നീണ്ടു തുറന്ന് നിൽക്കുകയാണ് സർദാർ പട്ടേൽ. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു എന്ന കാര്യം പോലും പലപ്പോഴും മറന്നുപോകുന്നു. അംബേദ്കറിന്റെ കാര്യം, അംബേദ്കറൈറ്റ് ലെഗസി ഇപ്പൊ കോൺഗ്രസിന് മാത്രം അവകാശപ്പെടാനാവില്ല. കോൺഗ്രസ് പാർട്ടിയുമായി കലഹിച്ചു നിന്നൊരാളാണ്. ഇപ്പോൾ
ദളിത് വിഭാഗക്കാരായ ആളുകളെ രാഷ്ട്രപതി പദത്തിലേക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതയെ രാഷ്ട്രപതിയായിട്ടൊക്കെ ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് കഴിയുന്നു. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ സമയത്ത് തഴയപ്പെട്ട പലരും, പി വി നരസിംഹറാവു ആകട്ടെ, പ്രണബ് കുമാർ മുഖർജി ആകട്ടെ, പലരും ഖിന്നരായിട്ടാണ് കോൺഗ്രസ് വിട്ടുപോയിട്ടില്ല. പക്ഷേ അവരെല്ലാം തന്നെ അവരുടെ ലെഗസിയെ പൂർണ്ണമായി കോൺഗ്രസ് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പരിഭവം പലരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഈ ചരൺ സിംഗിന് ഉൾപ്പെടെ ഭാരതരത്നം കൊടുക്കുന്നു. പല ആളുകൾക്കും കോൺഗ്രസ്സുകാരായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചെന്ന അല്ലെങ്കിൽ ബി ജെ പി ഇതരരായ പല വിഖ്യാതരായ ആളുകൾക്കും, കർപ്പൂരി ഠാക്കൂർ അല്ലെ, പല ആളുകൾക്കും ബി ജെ പിയുടെ ഭരണകാലത്ത് ബഹുമതികൾ മരണാനന്തരം ലഭിക്കുന്നു. അപ്പൊ ബി ജെ പി ഒരു പുതു ചരിത്രം എഴുതി കുറിക്കുകയാണോ? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട പങ്കാളിത്തം ഇല്ലാതെ പോയതിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ പുതിയൊരു ചരിത്ര രചനയിലാണോ? അതിന്റെ ഭാഗമായിട്ടാണോ മോഹൻ ഭാഗവത് ഈ പ്രസ്താവന നടത്തിയത്? സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ജനുവരി 22-നാണ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണോ? കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന ചരിത്ര പുസ്തകങ്ങൾ ഇനി വലിയ തോതിൽ ഉള്ള മാറ്റങ്ങൾ വരുമോ? ഇതെല്ലാം തന്നെ നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കേണ്ട കാര്യമാണ്. ഇന്ത്യക്ക് ഒരു പുതിയ ചരിത്രം എഴുതേണ്ട കാലമായോ? എപ്പോഴും ഓർക്കുക, ഹിസ്റ്ററി എന്ന് പറയുന്നാൽ ഹിസ് സ്റ്റോറി, അവന്റെ കഥ എന്ന് പറയുമ്പോൾ അതത് സമയത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഹിതമാണ് പലപ്പോഴും ചരിത്രം എന്ന രൂപത്തിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ചരിത്രം തമസ്കരിക്കപ്പെടുകയും ഒരു പുതുചരിത്രത്തിന്റെ വ്യാജേന തെറ്റായ വിവരങ്ങൾ ചരിത്രത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമോ? ഇതെല്ലാം തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം അലസമായ വാക്കുകൾ ഉപയോഗിച്ച് ഗൗരവം നഷ്ടപ്പെടുത്തരുത് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും അപേക്ഷ.